ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വി ആർ എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ടോയ് ക്യൂവിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് ചെല്ലുന്നതാണ്. ടോയ് തന്നെ കിസ് ചെയ്യാൻ വരുന്നതാണ് കരുതിയിട്ട് ടോയ് ആണെങ്കിൽ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ക്യൂ കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ടോയ് കിസ് ചെയ്യാനായിട്ടായിരുന്നില്ല പോയത്. ക്യൂവിൻ്റെ അടുത്ത് ക്ലോസ് ആയി നിന്ന ശേഷം നമുക്ക് പഴയതുപോലെ വീണ്ടും മിണ്ടാമെന്ന് പറയാണ്. ക്യൂ അപ്പോൾ ടോയിനൊന്ന് നോക്കിയിട്ട് ഞാൻ ഓക്കെയാണ്, എനിക്കിതിനോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയാണ്. ടോയ് ആ സമയം എങ്കിൽ പിന്നെ നമുക്ക് മിണ്ടാന്ന് പറയാണ്. അങ്ങനെ ക്യൂ ടോയുടെ അടുത്ത് മിണ്ടാണ്. അതിനുശേഷം ക്യൂ ടോയിനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ഫുഡ് വാങ്ങിച്ചിട്ട് അവർ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ക്യൂ ടോയിനോട് ഇതെന്ത് പറ്റി ഇപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ, ഇന്നെന്താ വിയേർഡായിട്ട് പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ്. ക്യൂ അതിന് മറുപടി കൊടുക്കാതെ വേഗം ഫുഡ് കഴിക്കുക, എനിക്ക് ക്ലാസ് ഉള്ളതാണെന്ന് പറയാണ്. ടോയും തനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇതേ സമയം പീം സൈഡിൽ നിന്നുകൊണ്ട് ഇവരുടെ പിണക്കമൊക്കെ മാറി വീണ്ടും മിണ്ടിയത് കണ്ടിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. അതേസമയം മാത്യു പീമിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ടോയും ക്യൂവും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. മാത്യു പെട്ടെന്ന് പുറകിൽ നിന്നതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് പീം അവനെ അടിക്കുകയാണ്. അതൊരു സാധാരണ അടിയൊന്നല്ല. ആ ഒരു അടിയിൽ അവൻ്റെ കിളിയെല്ലാം പറന്നു പോകുന്നുണ്ട്. ഒരു 1.5 അടി തന്നെ ആയിരുന്നു അത്. അതിനെ അടിച്ച ശേഷം പീമാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് മാത്യു ആണെന്ന് അവന് മനസ്സിലായത്. മാത്യു ടോയിൻ്റെയും ക്യൂവിൻ്റെയും മൊമെൻ്റ് നശിപ്പിക്കാതിരിക്കാനായിട്ട് പീം അവനെ വലിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ക്ലാസ് കഴിഞ്ഞിട്ട് ടോയ്, മാത്യു, ചെയിൻ, പീം ഇവരെല്ലാവരും പീമിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നതാണ്. ഇവർ ടോയിയോട് ക്യൂവിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ക്യൂ അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു എന്ന് ഒരു മൂഡില്ലാത്ത രീതിയിൽ പറയുകയാണ്. ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ടാനാണെങ്കിൽ ഫാങ്ങിനെയും മിക്കിനെയും ബിയറിനെയും പുമ്മിനെയും വിളിച്ചുകൊണ്ട് വരാണ്. പുമ്മ് വന്നുകൊണ്ടേ തന്നെ നമ്മുടെ പീമിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും വന്നത് കണ്ടിട്ട് പീം ടാനിനോട് നീ എന്തിനാ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ചോദിക്കുകയാണ്. ടാനപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എല്ലാവർക്കും ടോയിനെ അറിയാം, അതിൻ്റെ കൂടെ ഫാങ്ങിൻ്റെ ബോയ് ഫ്രണ്ടാണ്, എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ ക്യൂവിനെയും ടോയിനെയും സെറ്റാക്കാനുള്ള ഐഡിയാസ് കുറേ കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറയാണ്. ഫാങ്ങിന് സമയം ടോയിയോട് നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, നിന്നെ വിഷമിപ്പിച്ച ക്യൂവിനെ ഞാൻ അടിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇതായിട്ട് എല്ലാവരും വേണ്ട എന്ന് ഒറ്റ രീതിയിലങ്ങ് പറയാണ്. ടാനും അതിൻ്റെ കൂടെ തന്നെ ഫാങ്ങിൻ്റെ അടുത്ത് ക്യൂ എൻ്റെ കൂട്ടുകാരനാണ്, അവനേന്നും ചെയ്തേക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ സമയം പീം ടോയിയോട് ഞാൻ ക്യൂവിനോട് സംസാരിച്ച ടൈമിന് അവനാണെങ്കിൽ നിൻ്റെ നല്ലൊരു ഫീലിങ്സ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ട് ടോയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. മിക്ക സമയം ഇത് കേട്ടിട്ട് ടോയ്ക്ക് ക്യൂവിനോടും ഫീലിങ്സ് ഉണ്ട്, ക്യൂവിന് ടോയിയോടും ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്താ പ്രശ്നം, ഇവർക്ക് അങ്ങ് ഡേറ്റ് ചെയ്താൽ പോരെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ടാന് പറഞ്ഞപ്പോൾ എന്ത് എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ക്യൂ ഇതുവരെയായിട്ട് അവൻ്റെ ഉള്ളിലുള്ള ടോയിയോടുള്ള ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടില്ല. അപ്പം മനഃപൂർവ്വം അതവൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാദ്യം അവനെ കൊണ്ട് തുറന്ന് പറയിക്കണമെന്ന് പറയാണ്. പന്നാ സമയം ക്യൂ എന്തായാലും സത്യങ്ങൾ അറിഞ്ഞു. പക്ഷെ അത് കുഴപ്പമില്ല, ചെയിന് ടോയിയെ വളയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ വീണ്ടും അഭിനയിക്കാനായിട്ട് പറയാണ്. ആ ടൈമിൽ ചെയിനാണെങ്കിൽ പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ ക്യൂവിന് ഓൾറെഡി മനസ്സിലായതല്ലേ, അപ്പോൾ പിന്നെ അത് വർക്കാവുമോ എന്ന് ചോദിക്കുകയാണ്. വന്നപ്പോൾ അത് വർക്കാവും, നീ ടോയിയോട്ട് ക്ലോസ് ആയി പെരുമാറണം. ഉടനെ തന്നെ ക്യൂ ജലസായിട്ട് പെട്ടെന്ന് അവൻ്റെ ഫീലിങ്സ് പുറത്തേക്ക് വരുമെന്ന് പറയാണ്. ഇതേ ടൈമിൽ ടോയ് ആണെങ്കിൽ പീം അവനോട് കുറച്ചു മുമ്പ് ക്യൂവിന് തന്നോട് നല്ല ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എല്ലാവരോടുമായിട്ട് ഇനി ഞാൻ ക്യൂവിനെ വളയ്ക്കാൻ പോവാണെന്ന് പറയാണ്. പെട്ടെന്ന് ടോയ് ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് എല്ലാവരും അവനോട് നോക്കുകയാണ്. എന്നിട്ട് പുമ്മും പന്നും മാത്യു ഒക്കെ കൂടെ ആയിട്ട് നീ ആരാണെന്ന് കാണിച്ചു കൊടുക്ക്, ക്യൂവിനെ വളയ്ക്കാനായിട്ടങ്ങ് പറയാണ്. അതിനുശേഷം പീമും ടോയും കോളേജിൽ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് പീം ടോയിയോട് നീ ക്യൂവിനെ വളയ്ക്കാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്, അവനെ എങ്ങനെ വളയ്ക്കാനാ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. ടോയ് അപ്പോൾ ഞാനിപ്പോൾ ക്യൂവിൻ്റെ ജൂനിയർ അല്ലേ, ഇനിയും അവൻ്റെ ജൂനിയറായിട്ട് ഫുൾ ടൈം അവൻ്റെ പുറകെ നടന്ന് എനിക്ക് ക്യൂവിനോടുള്ള ഫീലിങ്സ് ഞാൻ പുറത്ത് പ്രകടിപ്പിക്കാൻ പോവുകയാണെന്ന് പറയാണ്. അതും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ പീമിൻ്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ടോയ് ഇപ്പോഴേ ക്യൂവിനെ വളയ്ക്കാമെന്ന പ്ലാനിലാണ് പീമിൻ്റെ കൂടെ അവൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ക്യൂ അവിടെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടോയ് ക്യൂവിനോട് എന്ത് ചെയ്യുവാന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ക്യൂ ആണെങ്കിൽ അവനോട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ടോയ് അപ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മിണ്ടാതെ നിൽക്കുക മാത്രമല്ല, ക്യൂവിനെ കണ്ടപ്പോൾ തന്നെ അവൻ ഇപ്പം തന്നെ വളയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോയുടെ ധൈര്യം എല്ലാം ചോർന്നു പോയിട്ടുണ്ടായിരുന്നു. ടോയ് അങ്ങനെ ക്യൂ അവനെ നോക്കുന്ന കണ്ടിട്ട് പീമിൻ്റെ കയ്യിലും നിറുക്കി പിടിച്ച ശേഷം എനിക്ക് പേടിയാവുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടോയ് പറയാണ്. പീം ഇപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് ക്യൂവിനെ സെറ്റാക്കാൻ പറ്റില്ല, നീ ഹെൽപ്പ് ചോദിച്ച് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പന്നിന് മെസ്സേജ് അയക്കുകയാണ്. പന്നപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം, വൈകുന്നേരം ഞാൻ വരുമ്പോൾ ഒരു സർപ്രൈസ് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനും മെസ്സേജ് അയക്കുകയാണ്. ഇതേസമയം ടോയ് വീണ്ടും ക്യൂവിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പീം, മാത്യു, ടോയ്, ക്യൂ, ചെയിൻ,
പിന്നെ ടാൻ ഇവരെല്ലാവരും കൂടെ ആയിട്ട് പന്നി വിളിച്ചിട്ട് അവനെ വെയിറ്റ് ചെയ്ത് കോളേജ് ക്യാൻറ്റീനിൽ ഇരിക്കുന്നതാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാത്തത് കൊണ്ട് തന്നെ ക്യൂ ചെയിനോട് പന്ന് എന്തിനാ നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ചെയിനപ്പോൾ എനിക്കറിയില്ല, അത് അവൻ വരുമ്പോൾ മനസ്സിലാവുമെന്ന് പറയാണ്. ക്യൂ അപ്പോൾ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു, അവൻ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പണി നോക്കി പോകുമെന്ന് പറയാണ്. ടാനപ്പോൾ അവൻ ഇപ്പോൾ വരും പോവല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം പന്നങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വിളിച്ചത് ഒരു സർപ്രൈസ് തരാനാണെന്ന് പറഞ്ഞിട്ട് പന്ന് നമ്മളെല്ലാവരും ഒരു ക്യാമ്പിന് പോവുകയാണെന്ന് പറയാണ്. അത് പക്ഷേ പന്നല്ലാതെ മറ്റാർക്കും സന്തോഷമുള്ള കാര്യമായിരുന്നില്ല. ആർക്കും വോളണ്ടിയർ ക്യാമ്പിന് പോവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പന്നങ്ങനെ വലിയ കാര്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വോളണ്ടിയർ ക്യാമ്പിന് പോവാം, ഇപ്രാവശ്യം ഈ ക്യാമ്പിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട്. ടാനപ്പോൾ ഞാൻ വരുന്നില്ല എന്നങ്ങ് ഒറ്റയടിക്ക് പറയാണ്. പന്ന് അത് കേട്ടിട്ട് അതൊന്നും നടക്കത്തില്ല, കാരണം ഞാൻ ഓൾറെഡി നിങ്ങളുടെ എല്ലാവരുടെയും പേര് എഴുതി കൊടുത്തു കഴിഞ്ഞു, പ്രൊഫസർ അപ്രൂവ് ആക്കി തരുകയും ചെയ്തു, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് പറയാണ്. ക്യാമ്പിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് എല്ലാവരും ശോകം അടിച്ച കണക്കിന് ഇരിപ്പുണ്ട്. ടാനാ സമയം ക്യാമ്പിന് പോയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പന്നിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ ഈ ഒരു വോളണ്ടിയർ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇനിയും കുറച്ച് പേരുടെ ആവശ്യം കൂടിയുണ്ട്. അതുകൊണ്ട് ക്യാമ്പിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒട്ടിച്ച് പറ്റുന്നവരെ ക്യാമ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് പറയാണ്. അങ്ങനെ പന്ന് ഒട്ടിക്കാനായിട്ട് പോസ്റ്റേഴ്സൊക്കെ കൊടുത്തിട്ട് ചെയിനിൻ്റെ അടുത്തേക്ക് ചെന്ന ശേഷം എന്നോട് വാ നമുക്ക് ഡെൻറ്റിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് പോസ്റ്റേഴ്സ് ഒട്ടിക്കാമെന്ന് പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോവാണ്. ടാനാ സമയം ടീമിനെ വിളിച്ചിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഒട്ടിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടാന് ക്യൂവിനോടും ടോയിയോടും ഒരുമിച്ച് പോയി അവർ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് തന്നെ അവിടെ പോയി ഒട്ടിക്കാൻ പറയാണ്. പിന്നെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന മാത്യു മാത്രമായിരുന്നു. ടാൻ മാത്യുവിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്ത ഡ്രിങ്ക്സിൻ്റെ പൈസ നീ കൊടുക്കണം, ഞങ്ങളിൽ ഇപ്പോൾ പൈസ ഇല്ല, അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞങ്ങളുടെ പൈസയും കൂടെ നീ അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും എണീറ്റ് അങ്ങ് പോവാണ്. മാത്യുവിന് പണി കിട്ടി കണ്ടിട്ട് മാത്യു ആണെങ്കിൽ ഇപ്പം എന്നതാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടെ തിരിപ്പുണ്ട്. അവസാനം എഴുന്നേറ്റ് പോയത് ടോയ് ആയിരുന്നു. ടോയ് പോകുന്ന ടൈമിന് മാത്യു അവൻ്റെ അടുത്ത് ഡ്രിങ്ക്സിൻ്റെ പൈസ കൊടുക്കാനായിട്ട് പൈസ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ മൈൻഡ് പോലും ആക്കാതെ മാത്യുവിനോട് ഒറ്റയ്ക്കിട്ടിട്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ക്യൂവും ടോയും കൂടെ ആയിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയിട്ട് നോട്ടീസ് ബോർഡിൽ ക്യാമ്പിൻ്റെ പോസ്റ്റേഴ്സ് ഒട്ടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ക്യൂ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്ന ടൈമിന് ടോയ് ക്യൂവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ശേഷം ക്യൂവിനോട് എന്നോട് പഴയതുപോലെ മിണ്ടിക്കൂടെ, എന്തിനാ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ്. ക്യൂ അതിന് മറുപടി ഒന്നും കൊടുക്കാതെ ടോയിനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും പോസ്റ്റേഴ്സ് ഒട്ടിക്കുകയാണ്. ടോയ് അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് അത്രയ്ക്ക് അൺകംഫർട്ടബിൾ ആയിട്ടാണ് നിനക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ ഞാൻ നോർമലായിട്ട് ഇങ്ങനെ പെരുമാറിയാൽ മതിയോ എന്ന് ചോദിച്ച ശേഷം നമ്മുടെ ടോയുടെ നെറ്റിയിൽ ക്യൂവിൻ്റെ കൈയിരുന്ന പോസ്റ്റേഴ്സ് ഒട്ടിക്കുകയാണ്. പിന്നെ പറയേണ്ട കാര്യമില്ല, രണ്ടും കൂടി മുമ്പത്തെ പോലെ അടിയുണ്ടാക്കി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ടാനിനെയും പീമിനെയാണ്. അവർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റേഴ്സ് ഒട്ടിക്കാൻ വന്നതായിരുന്നു. പോസ്റ്റർ ഒട്ടിക്കുന്ന ടൈമിന് പീം ടാനിനോട് നീ എന്തിനാ പോസ്റ്റർ ഒട്ടിക്കാൻ എന്നെ നിൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. ടാനപ്പോൾ ടോയിനെയും ക്യൂവിനെയും ഒരുമിച്ച് വിടാനായിട്ടാണ് ഞാൻ നിന്നെ എൻ്റെ കൂടെ വിളിച്ചത് എന്ന് പറയാണ്. ഭീമപ്പോൾ ഇന്ന് രാവിലെ കൂടെ ക്യൂ ടോയിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിണ്ടുമെങ്കിലും അവർ തമ്മിൽ നല്ലതുപോലെ ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല. ടോയ് എങ്ങനെ ക്യൂവിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയാണ്. ടാനപ്പോൾ അതൊക്കെ അവൻ നിന്നോളും, ടോയ്ക്ക് അതിന് പറ്റുമെന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ വീണ്ടും പോസ്റ്റേഴ്സ് ഒട്ടിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് പുമ്മും മിക്കും ബിയറും വരാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ ടാനും ഭീമും നിൽക്കുന്നത്. ടാനും ഭീമും അങ്ങനെ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്ന കണ്ടിട്ട് ഇവരാണെങ്കിൽ നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ടാനും ഭീമും കൂടെ ഞങ്ങളിവിടെ വോളണ്ടിയർ ക്യാമ്പിൻ്റെ പോസ്റ്റേഴ്സ് ഒട്ടിക്കുകയാണ്, നിങ്ങൾ ജോയിൻ ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. അവർ ജോയിൻ ചെയ്യാമെന്ന് പറയാണ്. ടാനപ്പോൾ പുമ്മിൻ്റെ അടുത്ത് ഫാങ്ങിനെയും കൂടി ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. പുമ്മപ്പോൾ ഞാനൊന്നും പറയില്ല, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പോയി പറഞ്ഞോ, പക്ഷേ ഫാങ്ങിന് ഇതുപോലെ വോളണ്ടിയർ ക്യാമ്പൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല, അതുകൊണ്ട് അവൻ ജോയിൻ ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് പറയാണ്. ഇത് കേട്ട് ടാനാണെങ്കിൽ അയ്യോ അത് കഷ്ടമായല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഭീമിനെ വിളിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവരുടെ ടൈം പുമ്മ് ഞാനും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് പുറകെ പോകുന്നുണ്ട്. പുമ്മ അങ്ങനെ പോകുന്ന കണ്ടിട്ട് മിക്കം ബിയറും അവൻ്റെ അടുത്ത് നീ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. പുമ്മ അപ്പോൾ ഇല്ല നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഭീമിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ പുമ്മും ഭീമും ടാനും കൂടെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ടാനാണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് നിനക്കിപ്പോൾ ഹെൽപ്പിന് പുമ്മിനെ കിട്ടിയില്ലേ, ഞാനാണെങ്കിൽ ഫാങ്ങിൻ്റെ അടുത്ത് പോയിട്ട് അവനെ സമ്മതിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററെല്ലാം നമ്മുടെ ഭീമിൻ്റെ കൈ കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻ നേരെ ഫാങ്ങിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഫാങ് അവിടെ അവൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ടാൻ പെട്ടെന്ന് വന്നത് കണ്ടിട്ട് ഫാങ് എന്താ കാര്യം ചോദിക്കുകയാണ്. ടൈമിൽ ടാനാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് വോളണ്ടിയർ ക്യാമ്പിന് കാഞ്ചനാപുരിയിലേക്ക് ചെല്ലാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്യും. നിനക്കാണെങ്കിൽ ആ ഒരു ടൈമിന് ഞാനില്ലാതെ ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് ഞങ്ങളോട് വോളണ്ടിയർ ക്യാമ്പിന് വരാൻ പറയാണ്. ആട്ടേന് ഫാങ് എനിക്ക് മടിയാന്ന് പറയുന്നുണ്ട്. ആട്ടേന് ടാനാണെങ്കിൽ പക്ഷേ ഞാനില്ലാതെ 2-3 ദിവസം നീ എങ്ങനെ ജീവിക്കുമെന്ന് ഭയങ്കര സാഡായിട്ടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഫാങ് ആണെങ്കിൽ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ നടന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്.
ആട്ടേന് ടാനാണെങ്കിൽ അത് പിന്നെ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാ, പ്ലീസ് എൻ്റെ കൂടെ വാന്ന് പറയാണ്. ഫാങ്ങാണെങ്കിൽ ഞാൻ വരുന്നില്ല, എനിക്ക് മടിയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ടാനാണെങ്കിൽ വാവാന്നിങ്ങനെ വിളിക്കുന്നുണ്ടിട്ട് ഫാങ് അവസാനം ഞാൻ വരാമെന്ന് പറയാണ്. ആട്ടേൻ്റെ ടാനാണെങ്കിൽ അതാണ് എൻ്റെ ബോയ് ഫ്രണ്ട്, ഇത് ക്യൂട്ടായിട്ടുള്ള ചെക്കനാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ നേരം നമ്മുടെ ഫാങ്ങിനെ സോപ്പിട്ടിരിപ്പുണ്ട്. അതിനുശേഷം കാണെങ്കിൽ നമ്മുടെ പീമും പൊമ്മും കൂടെ ആയിട്ട് പോസ്റ്ററും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്. പീമ സമയം പുമ്മിൻ്റെ അടുത്ത് നീ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നതല്ലേ, വന്നങ്ങോട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞിട്ട് പോസ്റ്ററും കൊടുത്ത് വിട്ടിട്ട് അവൻ അങ്ങോട്ട് ഉദയത്തള്ളി വിടാണ്. അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുന്ന ടൈമിന് പുമ്മാണെങ്കിൽ അല്ല നീ എന്തിനാ വോളണ്ടിയർ ക്യാമ്പിന് പോകുന്നത്, നിനക്ക് അത്രയ്ക്ക് പോകാൻ ആഗ്രഹമാണോ എന്ന് ചോദിക്കുകയാണ്. ആട്ടേനും ഭീമാണെങ്കിൽ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല, പന്നാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പേരെഴുതി കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഒഴുങ്ങി മാറാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അല്ല നീ എന്തിനാ പോകുന്നത്, നിനക്ക് ഈ ഒരു വോളണ്ടിയർ ക്യാമ്പ് എന്ന് പറഞ്ഞ സാധനം താല്പര്യമുള്ള കാര്യം ആയിരിക്കത്തില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആട്ടേന് പുമ്മാണെങ്കിൽ എനിക്കിപ്പോൾ പോകണമെന്ന് തോന്നി അതുകൊണ്ട് പോകാമെന്നങ്ങ് പറയാണ്. അതിനുശേഷം അവരാണെങ്കിൽ ഇങ്ങനെ നടന്നു പോവാണ്. ഈ ഒരു ടൈമിന് അവിടെയാണെങ്കിൽ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഭീമാണെങ്കിൽ ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ടൈമിന് ഒരു പയ്യൻ വന്ന് അറിയാതെ അവനെ തട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭീം അതിന് പകരമായിട്ട് ആ ഒരു പയ്യൻ്റെ അടുത്ത് എൻ്റെ ഡ്രിങ്ക്സിനുള്ള ക്യാഷ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പയ്യൻ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു പയ്യൻ്റെ പേര് ക്ലുവൻ എന്നാണ്. അങ്ങനെ പുമ്മും ഭീമും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ക്ലുവൻ എന്ന് പറഞ്ഞ പയ്യൻ ഇങ്ങോട്ടേക്ക് വന്നു നിന്നിട്ട് ഇവർ ഒട്ടിച്ച പോസ്റ്റർ നോക്കാണ്. അങ്ങനെ പോസ്റ്റർ നോക്കിയപ്പോഴത്തേക്കും ഇവർ ഈ വോളണ്ടിയർ ക്യാമ്പിൻ്റെ ആരും ഒട്ടിക്കാൻ വന്നതാണ്, ഇവരൊരു പക്ഷേ അതിലെ മെമ്പേഴ്സ് ആയിരിക്കുമെന്ന് ക്ലുവന് തോന്നുവാണ്. അതിനുശേഷം പുമ്മും ഭീമും നടക്കുന്ന ടൈമിന് ഭീം എങ്കിൽ ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാനായി നിൽക്കുകയാണ്. പക്ഷേ പുമ്മാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് തടങ്ങിയിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം, നിൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലത്താണ് ഫോട്ടോ എടുക്കാനുള്ളത്, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ടെങ്കിൽ ചെല്ലാണ്. അങ്ങനെ ഇരിക്കുന്ന പുറത്തോട്ട് ഇറക്കി നടക്കുന്ന ടൈമിന് അവിടെ ഒരിടത്താണെങ്കിൽ ബൈസൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുമ്മാണെങ്കിൽ നമുക്ക് ബൈസൈക്കിളിൽ പോകാൻ പറഞ്ഞിട്ട് ആ സ്ഥലത്തുനിന്ന് ഒരു ബൈസൈക്കിൾ റെൻറ്റിന് എടുത്തിട്ട് നമ്മുടെ ഭീമിനെ ഇരുത്തി കൊണ്ടുപോവാണ്. ഭീമാണെങ്കിൽ തള്ളിയിട്ട് കൊല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പുമ്മ സമയം ഇറുക്കി പിടിച്ചിട്ട് നോളാൻ പറഞ്ഞിട്ട് നമ്മുടെ ഭീമിൻ്റെ കൈ പിടിച്ച് അവൻ്റെ ഇടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഫോട്ടോ എടുക്കാനായിട്ട് ചെല്ലാണ്. അങ്ങനെ ഒരിടത്തുനിന്ന് ഈ ഒരു ഫോട്ടോ എടുക്കുന്ന ടൈമിന് നമ്മുടെ ഭീമിൻ്റെ ഫോട്ടോ പുമ്മ അവൻ്റെ ക്യാമറ എടുക്കുകയാണ്. ആട്ടിന് ഭീം എന്തിനാ നീ ഇപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചപ്പോൾ ഭീമാണെങ്കിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് പുമ്മ അത് പിന്നെ മെമ്മറീസൊക്കെ സൂക്ഷിക്കാനാണെന്ന് പറയാണ്. ആട്ടേന് ഭീം അതിനിപ്പോൾ നീ എൻ്റെ ഫോട്ടോയിൽ എടുത്തതെന്ന് വെച്ചപ്പോൾ അതെ നിൻ്റെ മെമ്മറി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭീമാണെങ്കിൽ നമ്മുടെ പുമ്മിൻ്റെ അതിന് ഒരു ക്യാമറ വാങ്ങാൻ ശ്രമിക്കുകയാണ്. പുമ്മ അത് കൊടുക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ അടുത്ത് എന്താ നിനക്ക് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭീം ഇഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ എൻ്റെ അടുത്ത് പറയാതെ പെട്ടെന്ന് നീ എൻ്റെ ഫോട്ടോ എടുത്തല്ലേ, അത് കാണാൻ കൊള്ളാമോ ഇല്ലെന്ന് അറിഞ്ഞൂടല്ലോ എന്ന് പറയുന്നുണ്ട്. ആട്ടേന് ഭീമിൻ്റെ അടുത്ത് പുമ്മ അത് കൊള്ളാമെന്നൊക്കെ പറയാണ്. അതിനുശേഷം ഭീം എങ്കിൽ പിന്നെ നിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറയാണ്. അങ്ങനെ ക്യാമറ വാങ്ങിച്ചിട്ട് നമ്മുടെ പുമ്മാണെങ്കിൽ പോസ് ചെയ്ത് നിന്നപ്പോൾ ഭീം അവൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിനാണെങ്കിൽ പുമ്മ ഭീമിൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് എന്നെ കാണാൻ സുന്ദരനല്ലേ ചോദിക്കുകയാണ്. ആ ടൈമിന് ഭീം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അവൻ കുഴപ്പമില്ലേ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കി വെക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഭീമിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഭീമാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും പുമ്മ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിനും ഭീം കുഴപ്പമില്ല എന്ന് പറയാണ്. ആ ടൈമിന് അവൻ വീണ്ടും കുഴപ്പമില്ലേ എങ്കിൽ പിന്നെ കുറച്ചുകൂടെ നിന്ന് നോക്കാൻ പറഞ്ഞിട്ട് വീണ്ടും അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഭീമിന് ഷൈ ആയിട്ട് ഭീം മാറി നിന്നിട്ട് ഞാൻ തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഭീമാണെങ്കിൽ പോകുന്ന കണ്ടിട്ട് പുമ്മ് എൻ്റെ ക്യാമറ തന്നിട്ട് പോകാൻ പറയാണ്. ആ ടൈമിന് ഭീം വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകാൻ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വോളണ്ടിയർ ക്യാമ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരുടെയും ഫസ്റ്റ് മീറ്റിംഗ് നടക്കാൻ പോകുന്നതാണ്. അങ്ങനെ എല്ലാവരും അവിടെ വന്നിരിക്കുന്ന ടൈമിൽ ക്ലുവൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യൻ ആ ഒരു ഇതിൽ ജോയിൻ ആവുകയാണ്. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇവൻ നേരെ വന്നിരിക്കുന്ന നമ്മുടെ ഭീമിൻ്റെ അടുത്താണ്. കാരണം അവിടെ ജോയിൻ ചെയ്ത നമ്മുടെ ഭീം പുമ്മ് പിന്നെ അവരുടെ ഫ്രണ്ട്സ് നമ്മുടെ ക്യൂട്ടോ എല്ലാവരും തന്നെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ജോയിൻ ചെയ്ത മറ്റു കുറേ പിള്ളേർ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലുവനാണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ദിവസം അറിയാതെ ഞാൻ നിന്നെ തട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ഭീം ഓർമ്മയുണ്ട്, ഇപ്പം എന്താ എൻ്റെ അടുത്ത് വന്നത്, ആ ഡ്രിങ്ക്സിനുള്ള പൈസ ഞാൻ നിൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ തിരിച്ചു വാങ്ങാൻ വന്നതാണെന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ക്ലുവൻ അതുകൊണ്ടൊന്നല്ല, ഞാൻ വോളണ്ടിയർ ക്യാമ്പിന് ജോയിൻ ചെയ്തു, നീ ഉണ്ടല്ലോ എന്ന് പറയാണ്. ആട്ടേന് ഭീമാണെങ്കിൽ ഞാനും ഉണ്ട്, ആക്ച്വലി താല്പര്യം ഉണ്ടായിട്ടില്ല, ആ ഒരു ചെയറിലിരിക്കുന്ന ആളെ കണ്ടോ, അവനാണ് ഈ ഒരു വോളണ്ടിയർ ക്യാമ്പിൻ്റെ പ്രസിഡന്റ്, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ പേര് പന്നെന്നാണ്, അവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും പേരെഴുതി കൊടുത്തു, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യൂട്ടോ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് ഇതെൻ്റെ ഫ്രണ്ട് ക്ലുവനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്താണ്. അങ്ങനെ ക്ലുവൻ അവനെ സ്വയം പരിചയപ്പെടുത്തുന്ന ടൈമിനാണ് മനസ്സിലാവുന്നത് ഇവൻ ഫാങ്ങിൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത്. അങ്ങനെ ടാൻ ആണെങ്കിൽ ഫാങ്ങിൻ്റെ അടുത്ത് നീ അവനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഫാങ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിനാണെങ്കിൽ നമ്മുടെ പന്നാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് ഓക്കെ ഞാനാണ് ഈ ഒരു വോളണ്ടിയർ ക്യാമ്പിൻ്റെ പ്രസിഡന്റ്, എൻ്റെ പേര് പന്നാണ്, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ വോളണ്ടിയർ ക്യാമ്പിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട്
ഭയങ്കര മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്ന പോലെ കുറേ സംസാരിക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെ അല്ല, കാരണം നമ്മൾ ഇത്രയും എപ്പിസോഡിൽ കണ്ട തന്നെയാണ് നമ്മുടെ പന്ന ഇങ്ങനെ തുള്ളിക്കളിച്ച് എപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഇവനിങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് സംസാരിക്കാൻ കണ്ടിട്ട് നമ്മുടെ ടാനും ചെയിനും കൂടെ പരസ്പരം ഇവനിതെന്തു പറ്റി, പന്നി തന്നെ ഇത്, ഇനി പന്നിനെ ആരെങ്കിലും എടുത്ത് വിഴുങ്ങിയോ, ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഭയങ്കര മര്യാദ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അവിടെ പന്നാണെങ്കിൽ നമ്മുടെ ഒരു വോളണ്ടിയർ ക്യാമ്പിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഇന്ന് നമ്മൾ ഒരുപാട് വർക്കൊന്നും ചെയ്യത്തില്ല. നമ്മുടെ ആ ഒരു കഞ്ചനാപുരിയിലേക്ക് ആ ക്യാമ്പിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ബുക്ക് ഡൊണേഷൻ്റെ കാര്യം കൂടെ നടത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരമാണത്. താല്പര്യമുള്ളവർക്ക് ബുക്ക് ഡൊണേഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കുകൾ ഡൊണേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൊണ്ട് തരാവുന്നതാണെന്ന് പറയാണ്. അങ്ങനെ ഇത് പറയുന്ന കേട്ടിട്ട് നമ്മുടെ പീമാണെങ്കിൽ ആരൊക്കെ ജോയിൻ ചെയ്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോയിൻ ചെയ്യുന്നു എന്ന് പറയാണ്. പക്ഷേ ഫാങ് ആണെങ്കിൽ എനിക്ക് വർക്ക് ഉണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ക്ലൂവനും ഞാനും ഇല്ല, എനിക്കും കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഫാങ് വരാത്തതുകൊണ്ട് തന്നെ ടാനും എങ്കിൽ പിന്നെ ഞാനും ഇല്ല എന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാവരും ആ ഒരു ബുക്ക് ഡൊണേഷൻ്റെ അവിടെ പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യൂവും ബിയറും കൂടെ ആയിട്ട് പാട്ടൊക്കെ പാടുകയാണ്. അവരവിടെ മ്യൂസിക് നടത്താണ്. പിന്നെ നമ്മുടെ ടോയ്, മാത്യു അവരെല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ പന്ന എല്ലാവരും വിളിച്ചിട്ട് ബുക്ക് ഡൊണേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ബുക്ക് ഒരു ഡൊണേഷനായിട്ട് വാങ്ങുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ടാനിനെ ഫാങ്ങിനെയും കാണിക്കുമ്പോൾ നമ്മുടെ ടാനാണെങ്കിൽ പോവാതെ ഫാങ്ങിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫാങ് നീ എൻ്റെ അടുത്തിരിക്കണ്ട, നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറയാണ്. ടാനാണെങ്കിൽ അത് വേണ്ട, അങ്ങനെ നിൻ്റെ അടുത്ത് ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാങ്ങിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാം. അതിനുശേഷം കാണിക്കുന്നുണ്ട് ബുക്ക് ഡൊണേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ അത്രയും ബുക്കും കൊണ്ട് നമ്മുടെ പന്നും ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും നടന്നു പോകുന്നതാണ്. ഇവർക്ക് ഇഷ്ടം പോലെ ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പന്നാണെങ്കിൽ ഇത്രയും ബുക്കൊന്നും കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും നടന്നു പോവാണ്. അങ്ങനെ പോകുന്ന ടൈമിനാണെങ്കിൽ പീമാണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, നിനക്ക് ഇന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നോ, ബുക്ക് ഡൊണേഷന് പോയപ്പോൾ ഡാൻസും പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ടൈമിന് പീമാണെങ്കിൽ ചോദിച്ചു കേട്ടിട്ട് പുമ്മ് അടിപൊളിയായിരുന്നു, ഞാൻ നല്ല എൻജോയ് ചെയ്തു എന്ന് പറയാം. അങ്ങനെ എല്ലാവരും നടന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കെല്ലാം ഒരു റൂമിൽ വെക്കുകയാണ്. ടൈമിന് പന്നാണെങ്കിൽ നിങ്ങൾ എന്നെ ഇന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, നിങ്ങളെല്ലാവരും ഇനി സേഫായിട്ട് വീട്ടിലേക്ക് പൊക്കോളാൻ പറയാണ്. അങ്ങനെ എല്ലാവരും അവരുടെ ബാഗ് എടുത്ത് എല്ലാവരുടെ അടുത്തും ബാഗൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്ന ഫാങ് അവൻ്റെ വീട്ടിൽ TV കണ്ടോണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ടൈമിന് പുമ്മ അങ്ങോട്ടേക്ക് വരാണ്. പുമ്മ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാതെ വീട്ടിലേക്ക് വന്നത് കണ്ടിട്ട് ഫാങ് എന്തുപറ്റി വീട്ടിലേക്ക് വരാൻ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ടൈമിന് പുമ്മാണെങ്കിൽ എനിക്ക് ഇന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നിനക്ക് ടാനിനെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുകയാണ്. ടൈമിന് അവനാണെങ്കിൽ ഞാനെന്താ ഇതിന് സീരിയസ് ആയിട്ട് മറുപടി തരണമെന്ന് ചോദിച്ചപ്പോൾ പുമ്മ് തരണമെന്ന് പറയാണ്. അങ്ങനെ ഫാങ് ആണെങ്കിൽ അവൻ ഭയങ്കര ക്യൂട്ടാണ്, പിന്നെ നമുക്കൊരാളെ ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് റീസണൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഇഷ്ടം തോന്നും, അവൻ ക്യൂട്ടാണ്, അവൻ ഫണ്ണിയാണ്, പിന്നെ വർക്കിൻ്റെ കാര്യം ഓർത്ത് ഞാൻ എപ്പോൾ ടെൻഷനായിട്ടിരുന്നാലും അവൻ എൻ്റെ മൂഡ് എപ്പോഴും ഹാപ്പിയാക്കും, അവൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും അവിടെ പുമ്മാണെങ്കിൽ അവനും പീമും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ആ സ്വപ്ന ലോകത്ത് ഇരിക്കുന്ന കണ്ടിട്ട് ഫാങ് ആണെങ്കിൽ ഞാൻ പറയുന്നതായിട്ടോ നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ടൈമിന് പുമ്മാണെങ്കിൽ ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫാങ് ആണെങ്കിൽ അല്ല എന്തിനാ ഇപ്പോൾ ഇത് ചോദിച്ചത്, എന്തറിയാനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉമ്മാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ്. ടൈമിന് ഫാങ് ആണെങ്കിൽ നീ നിൻ്റെ ആളെ ഓൾറെഡി കണ്ടുപിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ക്ലാസ്സിൽ പീമും ക്യൂവും കൂടെ ആയിട്ട് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ടൈമിന് ക്യൂ ആണെങ്കിൽ നേരത്തെ പന്നു വന്നിട്ട് അവൻ്റെ ആ ഒരു ക്യാമ്പിനുള്ള ഫ്ലെക്സ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് അവൻ പറഞ്ഞു എന്ന് പറയാണ്. ടൈം അവനാണെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമെന്നോ, അത് അവനെ തന്നെ അങ്ങോട്ട് വല്ലയിടത്തും കൊടുത്ത് അടിച്ചെടുത്താൽ പോരെയെന്ന് പീം ചോദിക്കുകയാണ്. ടൈമിന് ക്യൂ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേക്കണ്ട, അവന് ക്യാമ്പിൻ്റെ ആ ഒരു ഊർജ്ജം കിട്ടാനായിട്ട് നമ്മൾ കൈകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് പീമും ക്യൂവും കൂടെ ആയിട്ട് ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ചെയിനും ടാനും പന്നും കൂടെ ആയിട്ട് ഇവർക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ടൊരു വലിയ പോസ്റ്ററും കൊണ്ട് വരുന്നതാണ്. ഈ ഒരു ടൈമിന് ഇവരാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ചെയ്യാനൊന്നും വയ്യ, ഭയങ്കര പാടാന്ന് പറഞ്ഞപ്പോൾ പന്നാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് പന്നിൻ്റെ അടുത്ത് നിനക്ക് വേറെ എന്താ പണിയെന്ന് വെച്ചപ്പം പന്നും ടാനും കൂടെ ആയിട്ട് അതുപോലെ നമുക്ക് നെയിം ടാഗ് ഒക്കെ ഉണ്ടാക്കാനുണ്ടെന്ന് പറയാണ്. വലിയ ഗൗരവത്തിലാണ് പറയുന്നത്, പക്ഷേ നെയിം ടാഗ് ഓരോരുത്തരുടെ പേര് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ എഴുതി പോകുന്നതേ ഉള്ളൂ. അവ ഇങ്ങനെ ഇത്ര ഗൗരവത്തിൽ പറയുന്നിട്ട് ക്യൂവും പീവും കൂടെ ഇട്ട് അത് സിമ്പിൾ കാര്യമില്ലെന്ന് പറയാണ്. ടൈമിന് ടാനാണെങ്കിൽ സിമ്പിൾ കാര്യം, അപ്പോൾ അത് സിമ്പിളൊന്നും അല്ല എൻ്റെ പൊന്നെ, കറക്റ്റ് ഹാൻഡ് റൈറ്റ് ചെയ്ത് തെറ്റാതെയും ഒരിടത്തും ഒന്നും ആവാതെ സെറ്റായിട്ട് എഴുതി പോകണമെന്ന് ഭയങ്കര ഗമേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൈമിന് ചെയിനിന് പണിയൊന്നും ഇല്ലെന്ന് വെച്ചപ്പോൾ പന്നാണെങ്കിൽ ചെയിനിന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് അവനിങ്ങനെ വർക്കൊന്നും കൊടുത്തില്ല എന്ന് പറയാണ്. ഒരു ടൈമിന് ചെയിനാണെങ്കിൽ എനിക്ക് ക്ലാസ്സിന് ടൈമായി ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മുടെ ക്യൂവും പീവും കൂടെ ആയിട്ട് ആ ഒരു ബാനർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് ടോയ് വരുന്നുണ്ട്. അങ്ങനെ ടോയോട് നമ്മുടെ ക്യൂ ഹെൽപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ ടോയും പെയിൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ക്യൂ ആണെങ്കിൽ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് പെയിൻറ്റ് എടുത്ത് നമ്മുടെ പീമിൻ്റെ ദേഹത്ത് തേക്കുകയാണ്. അങ്ങനെ പീം നമ്മുടെ ക്യൂവിൻ്റെ ദേഹത്ത് തേക്കുന്നുണ്ട്. അതിനുശേഷം ടോയ്
ടോയിൻ്റെ ദേഹത്ത് തേക്കാൻ പോയതും ടോയ് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടേ തന്നെ നമ്മുടെ ടാനിനെയും പന്നിനെയും ചൂണ്ടിക്കാണിക്കുകയാണ്. അവരുടെ നെയിം ടാഗ് എഴുതിക്കൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഇവർ മുതൽ ചെന്ന് അവർ രണ്ടുപേരും ദേഹത്ത് തേക്കാണ്. പിന്നെ ഇവർ അഞ്ചും കൂടെ അവിടെ കിടന്ന് ഫുള്ള് കളിയാണ്. അതിനുശേഷം ഈ ഒരു പെയിൻറ്റ് കഴുകി കളയാനായിട്ട് അവർ ചെല്ലാണ്. ആ ഒരു ടൈമിന് വെള്ളത്തിൽ കളിക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ വന്നിരിക്കുകയാണ്. ആട്ടന് ടാനൊക്കെ ഇവർക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എല്ലാവരും ഓരോ ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് എല്ലാം തമാശയൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സീനെ കാണുമ്പോൾ ഇവരൊരു ഫാമിലി ആണെന്നൊക്കെ തോന്നും. കാരണം അവർ അത്രയും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആട്ടൊരു ടീമും നിങ്ങളോടുള്ളപ്പോഴാണ് എനിക്കിങ്ങനെ കുട്ടീനെ പോലെ ഇങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കുറേ നേരം അവിടെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പന്നാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ക്യാമ്പിന് പോകുമ്പോൾ ചെയ്യാനായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്യൂവിന്, ടോയിന്, ചെയിൻ ഇവർക്കൊക്കെ പെയിൻറ്റിങ് ചെയ്യാനാണ്. അതായത് ഇവരിങ്ങനെ ഒരു സ്ഥലത്തെ ക്യാമ്പിന് പോകുമ്പോൾ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം അവർ നന്നായിട്ട് നോക്കുക, അവിടെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക, അവിടെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവർ വോളണ്ടിയർ ക്യാമ്പായിട്ട് പോയി ചെയ്യുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് അവിടുത്തെ ചുമരെല്ലാം പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള വർക്കാണ് നമ്മുടെ ക്യൂവിനും ടോയ്ക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ കാര്യം അവിടെ എല്ലാവർക്കും ഫുഡ് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ടാനെ ഫാങ്ങിനെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പന്നും കുക്കിങ്ങിൽ കയറിയിരിക്കുകയാണ്. പന്നിൻ്റെ അവിടെ മിക്കുണ്ട്. അങ്ങനെ നമ്മുടെ പന്ന് സ്വയം കുക്കിങ്ങിൽ കയറിയിരിക്കുന്ന കണ്ടിട്ട് എല്ലാവരും എന്ത് കണ്ടിട്ടാണ് നീ കുക്കിങ്ങിൽ കയറി നോക്കിയാണ്. ആട്ടേന് പന്നാണെങ്കിൽ ഞാൻ കുക്കിങ്ങിൽ വലിയ ആളല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗമയിൽ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് അവിടെയുള്ള പല കുട്ടികളുണ്ട്. ആ കുഞ്ഞു കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പീം, ബിയർ, പുമ്മിനൊക്കെയാണ്. അങ്ങനെ അതിനുശേഷം എല്ലാവർക്കുള്ള വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഇവരാണെങ്കിൽ ക്യാമ്പിന് പിറ്റേ ദിവസം പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ പീമും പുമ്മും ബിയറും കൂടെ ആയിട്ട് കടയിൽ ചെന്നിട്ട് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ബുക്സൊക്കെ വാങ്ങുന്നുണ്ട്. ആട്ടേന് പീമാണെങ്കിൽ എങ്ങനെയുള്ള ബുക്ക് എടുക്കട്ടെ, വില കൂടിയതെടുക്കട്ടെ വില കുറഞ്ഞതെടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ആട്ടേന് പീമാണെങ്കിൽ ചോദിച്ചിട്ടിട്ട് പും ഇഷ്ടമുള്ളതെടുത്തോ, ഏതെടുത്താലും കുഴപ്പമില്ല, എല്ലാത്തിനും ഞാൻ പൈസ കൊടുത്താളെന്ന് പറയാണ്. ആട്ടേന് പീം എങ്കിൽ പിന്നെ ഞാൻ എല്ലാവരും 10 വെച്ച് വാങ്ങാൻ തുടങ്ങിയപ്പോൾ നീ ഇവിടെ കടയോടെ വാങ്ങിച്ചോ, ഞാൻ പൈസ കൊടുത്താളെന്ന് പറയാണ്. അങ്ങനെ അവനോട് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ കെമിസ്ട്രി കണ്ടിട്ട് ബിയറിന് എന്തൊക്കെയോ കത്തുന്നുണ്ട്. ബിയർ ചിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. അതേസമയം ക്യൂവും ടോയും പിന്നെ ചെയിനും മാത്യും കൂടെ ആയിട്ട് പെയിൻറ്റുകൾ വാങ്ങാനായിട്ട് പോവാണ്. ഏത് പെയിൻറ്റ് ഉടനൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ പോവാണ്. ആ ടൈം അവിടെ കിടന്ന് നമ്മുടെ ടോയും ക്യൂവും കൂടെ ആയിട്ട് കുറേ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കയറി ചെല്ലുമ്പോഴേ നമ്മുടെ ചെയിനെയും മാത്യുവിനെ എടുത്തിട്ട് ഒരു പങ്ങിക്ക് എടുത്തുകൊണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച ടാനും ഫാഗും കൂടെ ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതാണ്. അതിനുശേഷം കാണിക്കുന്ന വൈകുന്നേരം ക്ലാസ് ഇരുന്നുകൊണ്ട് രാത്രിയായിട്ടും പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യൂവിനെയും ഭീമിനെയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് ഭീമാണെങ്കിൽ എത്ര പെട്ടെന്ന് സമയം പോയി, നാളെ നമ്മൾ ക്യാമ്പിന് പോവുക, എന്തൊക്കെ ആവോ എന്തോ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നാലോ എന്ന് പറയാണ്. ആ ടൈമിന് ക്യൂ ആണെങ്കിൽ ഞാൻ ഫ്രീ അല്ല എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ ബാഗ് കൊടുത്ത് ഒറ്റയ്ക്ക് അങ്ങ് പോവാണ്. അങ്ങനെ ഭീമും ഫുഡ് കഴിക്കാനായിട്ട് അവനും അങ്ങ് പോവാണ്. അവനങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ നോക്കിയപ്പോൾ പുമ്മ് അവനെ വെയിറ്റ് ചെയ്ത് അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവനങ്ങനെ ഇറങ്ങി ചെന്നതും പുമ്മാണെങ്കിൽ എനിക്ക് വിശക്കുന്നു, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയാണ്. ആ ടൈമിന് ഭീമ് നിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊന്നും ഇവിടെ ഇല്ലേ, അവരെ വിളിക്കാത്തെന്താന്ന് ചോദിക്കുകയാണ്. ആട്ടേൻ്റെ പുമ്മ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ എനിക്ക് നിൻ്റെ കൂടെ ഫുഡ് കഴിക്കാനാണ് താല്പര്യം എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ പീം എന്തോന്ന് പറയണമെന്ന് അറിയൂടെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ പീമിന് നമ്മുടെ പന്ന് കോൾ ചെയ്തിട്ട് പെട്ടെന്നൊന്ന് സ്റ്റുഡൻറ്റ് സൊസൈറ്റി ഓഫീസിലേക്ക് വരാമോ, എനിക്ക് നിൻ്റെ അത്യാവശ്യമായിട്ട് ഹെൽപ്പ് വേണമെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് പീം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേ ചെല്ലാണ്. പോകുന്ന ടൈമിൽ നമ്മുടെ പുമ്മിൻ്റെ അടുത്ത് ഞാൻ ബിസിയാണ്, നീ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അത് പുമ്മ് കേൾക്കാതെ നമ്മുടെ പീമിൻ്റെ പുറകെ ചെല്ലാണ്. അങ്ങനെ ഇവരുടെ ഒരു സ്റ്റുഡൻറ്റ് സൊസൈറ്റി ഓഫീസിലെത്തിയപ്പോൾ പന്നാണെങ്കിൽ പുമ്മിൻ്റെ അടുത്ത് നീയും ഇവിടെ ഉണ്ടോ, വന്നാൽ നന്നായി, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അവരെ റൂമിൻ്റെ അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ശേഷം നാളെ ക്യാമ്പിന് പോവുകയല്ലേ, കൊണ്ടുപോവേണ്ട ബുക്സ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, ഞാനെല്ലാം മാറ്റി തിരിച്ചു വെച്ചു, പക്ഷേ ഇനി അതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്തിട്ട് തീരുന്നില്ല, ഞാൻ എല്ലാവരെയും കോൾ ചെയ്തു, ആരും കോൾ എടുത്തില്ല, അതുകൊണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ വിളിച്ചത് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ്. ഈ ഒരു ടൈമിന് അവനാണെങ്കിൽ പന്ന് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടിയും ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അവർ രണ്ടുപേരും ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറയാണ്. ആ ടൈമിൽ പന്നെ എനിക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളിത് വയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാണ്. അങ്ങനെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പന്ന് അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, പ്രൊഫസറിന് എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്, അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഈ ബുക്കൊക്കെ നിങ്ങളൊന്ന് എടുത്ത് വെക്കാവോ, സോറി ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് പറയാണ്. ആ ടൈമിൽ പീമും പമ്മും കൂടെ ആയിട്ട് അതൊന്നും കുഴപ്പമില്ല നീ പോകാനായിട്ട് പറയാണ്. അങ്ങനെ അവൻ പോയി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ഫസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന ടൈമിന് നമ്മുടെ പീമ് കഴിക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ പുമ്മ് കഴിക്കുന്നു. നമ്മുടെ പുമ്മും ആ ഫുഡിൽ കഴിക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതായത് ഈ വെജിറ്റബിൾസിന് ചില സംഭവങ്ങൾ. അങ്ങനെ അവർ രണ്ടുപേരും കഴിക്കാത്തതൊക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ്. കാരണം ഒരാൾ കഴിക്കാത്ത മറ്റേ കഴിക്കുമായിരുന്നു. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്ന ടൈമിന് പുമ്മാണെങ്കിൽ എനിക്ക് നിൻ്റെ ഉള്ളപ്പോൾ ഭയങ്കര സന്തോഷമാണ്, നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറയാണ്. അതിന് പീമ് നീ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുമ്മ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയണമെന്ന് തോന്നി, പിന്നെ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ടെൻഷനൊന്നും തോന്നാറില്ല, നിൻ്റെ കൂടെ ഉള്ളപ്പോൾ പല കാര്യങ്ങളും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഞാൻ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ടെന്ന് പറയാണ്. ആ ടൈമിന് പീമ് ഇത് കേട്ടിട്ട് നീ എൻ്റെ അടുത്ത് കൺഫസ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുമ്മ് കൺഫസ് ചെയ്യുന്ന തന്നെയാണെന്ന് പറയാണ്. ഇത് കേട്ടാൽ നമ്മുടെ പീം ഒന്ന് ഷോക്കായിട്ട് പുമ്മിനെ നോക്കിയിട്ട് നീ ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് വീണ്ടും ചോദിക്കുകയാണ്. ആ ടൈമിന് പുമ്മ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് പിന്നെ അവരിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ ബുക്കൊക്കെ അടുക്കി വയ്ക്കുകയാണ്. ആ ടൈമിലും നമ്മുടെ പന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകാമെന്ന് പറയാണ്. ആ ടൈമിൽ പന്നിൻ്റെ അടുത്ത് പറയണ്ടേന്ന് വെച്ചപ്പോൾ ഭീമാണെങ്കിൽ ഞാനതിന് മെസ്സേജ് അയച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോവുകയാണ്. പുമ്മ് ഭീമിനെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുമ്മിൻ്റെ കാറിൽ ഭീമിനെ വീട്ടിൽ കൊണ്ടുവിടാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭീമാണെങ്കിൽ നീയും പെട്ടെന്ന് വീട്ടിലേക്ക് പോക്കോ, എന്നിട്ട് ലഗേജൊക്കെ പാക്ക് ചെയ്യും, നമുക്ക് നാളെ ക്യാമ്പിന് പോകാനുള്ളതല്ലേ. ഞാനിതുവരെയായിട്ട് എൻ്റെ ലഗേജ് ഒന്നും പാക്ക് ചെയ്ത് തുടങ്ങിയില്ല, എനിക്ക് ചെന്നിട്ട് വേണം ഇനി പാക്ക് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞാൽ ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിനാണെങ്കിൽ പുമ്മാണെങ്കിൽ ഞാൻ നിന്നെ കോൾ ചെയ്യും, നീ ഫോൺ എടുക്കണമെന്ന് പറയാണ്. ആട്ടന് ഭീമ് ഇപ്പം സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുമ്മാണെങ്കിൽ അത് വേണ്ട, ഞാൻ നിന്നെ കോൾ ചെയ്യും, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭീമിനെ പറഞ്ഞു വിടാണ്. അങ്ങനെ ഭീമ് നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിച്ചാലാണ്. അങ്ങനെ ഭീമ് വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ ലഗേജ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിനെല്ലാം അവനാണെങ്കിൽ നമ്മുടെ പുമ്മ് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എത്ര നേരം ഇരുന്നിട്ടും കോൾ വരുന്നില്ല. അങ്ങനെ പുമ്മിൻ്റെ ചീത്ത പറയുന്നുണ്ട്, എടാ നീ എന്നെ വിളിക്കാമെന്ന് പറയുന്നത്, നീ എന്തിനാ പിന്നെ എന്നെ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കോൾ വരാണ്. പുമ്മായിരിക്കും വിചാരിച്ച് നോക്കുന്ന ടൈമിൽ അത് പന്നായിരുന്നു. അങ്ങനെ കോൾ എടുത്ത് സംസാരിച്ച പന്നാണെങ്കിൽ സോറി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറ്റില്ല, പ്രൊഫസറിൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചുകൊണ്ട് നിന്ന് പോയി, എന്തായാലും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ല, അതിന് താങ്ക്സ് എന്ന് പറയാണ്. ആട്ടേന് ഭീമാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ പോയി കിടന്ന് ഉറങ്ങും, രാവിലെ ക്യാമ്പിന് പോകാനില്ലെങ്കിൽ നിനക്ക് ശക്തി ഉണ്ടാകത്തില്ല എന്ന് പറയാണ്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഭീമാണെങ്കിൽ വീണ്ടും എൻ്റെ ലഗേജ് പാക്ക് ചെയ്യാണ്. ലഗേജും പാക്ക് ചെയ്ത് അവൻ കുളിച്ചിട്ട് വന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മുടെ പുമ്മിൻ്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്നുമില്ല. ആട്ടൻ നമ്മുടെ പുമ്മിൻ്റെ അവൻ വാങ്ങിച്ച ആ ഒരു പാവ എടുത്ത് വെച്ചിട്ട് എടാ നീ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞല്ലേ, നീ എന്നെ പറ്റിക്കുവാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആട്ടേന് നമ്മുടെ പുമ്മാനെ വീഡിയോ കോൾ ചെയ്യാണ്. അങ്ങനെ കോൾ എടുത്തപ്പോഴത്തേക്കും ഭീമ് എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ആട്ടേന് പുമ്മ് എനിക്ക് എൻ്റെ മുഖം കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്, നീ എൻ്റെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് വെച്ചപ്പോൾ ഭീമാണെങ്കിൽ നിൻ്റെ കോളോ, പിന്നെ എനിക്ക് വേറെ പണിയില്ല എന്ന് പറയുന്നുണ്ട്. ആട്ടേന് പുമ്മാണെങ്കിൽ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുമ്മാണെങ്കിൽ എനിക്കാണെങ്കിൽ ലഗേജ് പാക്ക് ചെയ്യണേ, നിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭീമിൻ്റെ അടുത്ത് ഈ ഡ്രസ്സ് എടുക്കട്ടെ ആ ഡ്രസ്സ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആട്ടേന് ഭീമാണെങ്കിൽ അതൊക്കെ ഇട്ടാൽ നീ വേർത്ത് ചത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഓരോന്ന് ഏതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ രാത്രി വേണ്ടി നമ്മുടെ ഭീം ഉറങ്ങിപ്പോവാണ്. അങ്ങനെ നമ്മുടെ പുമ്മ നോക്കിയപ്പോൾ ഉറങ്ങുന്ന കണ്ടിട്ട് നമ്മുടെ ഭീമിൻ്റെ അടുത്ത് വീഡിയോ കോളിലൂടെ ഗുഡ് നൈറ്റ് ഇറങ്ങി കോൾ കട്ടിയാണ്. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭീമിനെ കാണിക്കുകയാണ്. ആട്ടേന് ഭീം അവൻ്റെ ഉറക്കത്തിൽ തിരിച്ച് പുമ്മിൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറയാണ്. പെട്ടെന്ന് അവനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നതും അവൻ്റെ ഫോണൊന്ന് നോക്കിയപ്പോഴത്തേക്കും കോൾ കട്ടായിട്ടുണ്ടായിരുന്നു. ആട്ടേന് ഭീമിനാണെങ്കിൽ ഞാൻ ഉറക്കത്തിൽ വരെ അവൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞു, അതിൻ്റെ അർത്ഥം എനിക്ക് അവൻ്റെ അടുത്ത് ഓൾറെഡി ഇഷ്ടം തോന്നി തുടങ്ങിക്കാണോ, അതോ എനിക്ക് അവൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയില്ലേ, എനിക്ക് എന്തായി സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വീണ്ടും ബെഡിലേക്ക് അങ്ങ് കിടക്കുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ.